ജോർജിയയിലേക്ക് പോകാൻ വിസ വേണമോ അതോ ഡയറക്റ്റ് നമുക്ക് പോകാവോ? പലർക്കും പല ഡൗട്ടാണ്. ഇവിടുത്തെ വിസ പ്രോസസ്സ് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജോർജിയയിൽ വരാൻ വിസ കിട്ടാൻ എളുപ്പമാണോ, വിസയുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുക. എങ്ങനെയാണ് ഇവിടുത്തെ ഇന്ത്യൻസിന് വരാനാണെങ്കിലും കാര്യങ്ങളും എല്ലാം ഇവിടെ എങ്ങനെ അപേക്ഷിക്കണം, എന്തൊക്കെ ചെയ്താൽ ഉള്ള ആൾക്കാർക്കാണ് ഇവിടെ വരാൻ പറ്റുന്നത്, വിസ ഫ്രീ എൻട്രി ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എല്ലാം ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇത് നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ അറിവ് ഇതിൽ കിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇടയ്ക്കായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം എല്ലാവർക്കും ജോർജിയയിലേക്ക് വിസ വേണമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. വിസ ജോർജിയയിലേക്ക് വരാൻ വേണോ ഇല്ലയോ? അപ്പം അത് പറയാനുള്ളത്, വിസ ഫ്രീ എൻട്രി 1 വർഷം വരെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇന്ത്യൻസിന്. 90 ഡേയ്സ് ഇവിടെ നിൽക്കാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഷെങ്കൻ കൺട്രിയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ USA UK ഒക്കെ വിസ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് എടുക്കാം. അല്ലാത്തവർക്ക് സ്റ്റാമ്പ് വിസ തന്നെ വേണം. ഇല്ലെങ്കിൽ ഇപ്പം റൂള് വന്നിട്ടുണ്ട്, ഈ വിസ എന്ന് പറഞ്ഞ സാധനം അതെടുത്താലും വരാം. പിന്നെ സ്റ്റുഡൻറ്റ് വിസ സെപ്പറേറ്റ് ആണ്. ഞാൻ അതിലാണ് ഇപ്പോൾ വന്നത്. അപ്പം നമുക്കും ഈ വിസ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസ തന്നെ എടുക്കണം. അതിന് തുച്ഛമായ വിലകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതാണ്. പിന്നെ ടൂറിസ്റ്റ് എൻട്രിക്കാണെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ വിസ ഓരോ ഇതുണ്ടല്ലോ, അത് നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്കാമിലൊന്നും പോയി പെട്ടിട്ട് അങ്ങനെ ചെയ്യല്. അപ്പം ഇനി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും. പാസ്പോർട്ട് മിനിമം 6 മാസമെങ്കിലും വാലിഡുള്ള പാസ്പോർട്ട് ആയിരിക്കണം. പിന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കണം. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ റിട്ടേൺ ടിക്കറ്റ് പ്ലസ് അവിടെ പോകാനുള്ള ടിക്കറ്റ് കാണിച്ചിരിക്കണം. പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഓർ അക്കമഡേഷൻ പ്രൂഫ് കാണിക്കണം. അതിലൊന്നും ഒരു മാറ്റമില്ല. അതൊക്കെ കറക്റ്റ് കാണിച്ചില്ലെങ്കിൽ അവരപ്പം തന്നെ ഡിപ്പോർട്ട് ചെയ്യും. ഇവിടെ ഇപ്പം കർശനമാണ് ഇമിഗ്രേഷൻ. ഇവിടെ ഭയങ്കര പാടാണ്. ഇവിടെ ആരും കയറ്റുന്നില്ല. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻഷുറൻസ് വേണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ എന്തായാലും ആദ്യം ഇത് പറഞ്ഞിട്ട് അതിലോട്ട് വരാം. അപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങും അക്കമഡേഷൻ പ്രൂഫും വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് ഒരു ഫണ്ട് അതിൽ കാണിക്കണം, നമുക്കിവിടെ സ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ. അത് നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടിയിടാൻ പറ്റുമോ അത്രയും ഇട്ടാൽ അത്രയും നിങ്ങൾക്ക് സക്സസ് റേറ്റും കാര്യങ്ങളും ഇവിടെ അവർ അപ്രൂവ് ചെയ്ത് തരും. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കർശനമാക്കിയിട്ടുണ്ട്. ആരായാലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ, അല്ലെങ്കിൽ അവർ അപ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്യും. അവർ നമ്മളെ കയറ്റൂല, ഇതിൻ്റെ ജോർജിയയിലെ അകത്തോട്ട് വരണ്ടെന്ന് പറയും. അങ്ങനെ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ അതൊന്നും നമുക്ക് വലിയ ഇതില്ല. അവർ ഓരോ സമയത്ത് അവരെ മൂഡ് അനുസരിച്ചിരിക്കും. അത് കാരണം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം സൂക്ഷിക്കണം. പിന്നെ ബാങ്ക് ബാലൻസ് എത്ര വേണം, അതും എല്ലാവർക്കും ഉള്ള വേറൊരു ചോദ്യമാണ്. മിനിമം ഒരു $2000 കാണിച്ചിരിക്കണം അതിൻ്റെ അകത്ത്. പിന്നെ സേഫ് സൈഡ് എന്ന് പറയുന്നത് $3000-4000 വരെ കാണിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പിന്നെ സേഫാണ്. $2000-3000 വരെ കാണിക്കണം, എന്നാൽ കുറച്ചുകൂടെ സേഫാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഇതാക്കിയാണ്. അപ്പോഴേക്കും അവർക്ക് പ്രൂവ് ആയിരിക്കും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഇമിഗ്രേഷനിൽ എന്തൊക്കെ ചോദിക്കും, ഇതാണ് നമ്മൾ വിസ പ്രോസസ്സാണ് മെയിനായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ഇത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ജോർജിയയിൽ വരുന്നത്, ഹൗ മെനി ഡേയ്സ്, എന്തുകൊണ്ട്, എത്ര ദിവസം നിങ്ങളിവിടെ സ്റ്റേ ചെയ്യും, എവിടെ സ്റ്റേ ചെയ്യും, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് മിക്കവർക്കും അറിയാം. പിന്നെ അറിഞ്ഞൂടാത്ത കുറേ പേര് കാണും. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ഇതെല്ലാം, നിങ്ങൾ അതിൽ തന്നെ എല്ലാ പ്രൂഫും ഉണ്ട്. അപ്പോൾ അവർ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ആൻസർ കൊടുക്കണം, കോൺഫിഡൻ്റ് ആയിട്ട്. നമ്മൾ ഒരുമാതിരി പതറാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു സംശയം തോന്നാം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കണം. പിന്നെ കോമൺ മിസ്റ്റേക്സ്, നമ്മൾ ഫേക്ക് ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാതിരിക്കണതാണ് നല്ലത്. ആക്ച്വലായിട്ട് ബുക്ക് ചെയ്ത് പോയാൽ അവർക്കും വേറെ പ്രശ്നമില്ല. അവർ നമ്മളങ്ങ് കയറ്റി വിടും, വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോവല്ല്. പിന്നെ ലോങ് ബാങ്ക് ബാലൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല, റിജക്റ്റ് അടിക്കും വിസ പ്രോസസ് വെറുതെ. പിന്നെ കൺഫ്യൂഷൻ ആൻസർ ആണെങ്കിൽ റിജക്റ്റ് അടിക്കും.
പിന്നെ വർക്ക് ചെയ്യാമോ എന്നുള്ള എല്ലാം ഉണ്ട്. ടൂറിസ്റ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ടൂറിസ്റ്റ് വിസ നമ്മൾ ഒരാഴ്ചത്തേക്കായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചത്തേക്കായിരിക്കും, അല്ലെങ്കിൽ 1 മാസം വരെ. അതിൽ കൂടുതൽ നമുക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വർക്കിന് വേണ്ടി അപ്പോൾ അപേക്ഷിച്ചാൽ നമുക്കത് ഇല്ലീഗലാവും, നമുക്ക് പിന്നെ അത് കേസായി മാറും. പിന്നെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാവൂ. അത് പലർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് കാരണം ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് വിസ പ്രോസസ്സ്. അതുകൊണ്ട് വിസ പ്രോസസ്സ് വലിയ പാടില്ല. സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ എടുക്കണം, അല്ലാത്ത പ്രൊസീജിയർ അപേക്ഷിക്കണം. ഇതൊക്കെയാണ് മെയിൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും. ഇതൊക്കെയാണ് ജോർജിയയിൽ വരാനുള്ള വിസ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിജക്ഷൻ ഇല്ലാതെ വരാൻ പറ്റും, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതൊരു യൂസ്ഫുൾ വീഡിയോ, പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അത് കാരണം ഞാൻ പിന്നെ വിചാരിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം, നമ്മളെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിങ്ങൾ എന്തായാലും മെയിനായിട്ട് കരുതേണ്ട മെയിൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം മറക്കാതെ കയ്യിൽ കരുതണം. അവർക്ക് അയക്കുമ്പോൾ ടിക്കറ്റ്സ് എല്ലാം ഉണ്ടോ ഇല്ലയോ എന്താണ്. പിന്നെ നമ്മളൊരു കവർ ലെറ്ററും കൂടെ എഴുതുന്നത് നല്ലതാണ്. എപ്പോഴും അപേക്ഷിക്കുമ്പം ഇത്ര ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്യും, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം വരും. എന്നിട്ട് വിസ പ്രോസസ്സിന് അപേക്ഷിച്ചാൽ മതി. ഇതാണ് മെയിൻ വിസ പ്രോസസ്സ്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. ബാക്കി അവർ സെറ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തായാലും ഒരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോ. ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വരും, അല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പം നാളെ ഒരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ വരാം. അപ്പോഴേക്കും ഗുഡ് ബൈ.